മക്കളെ ക്വസ്റ്റ്യൻ 5A-യും B-യും പെട്ടെന്ന് ചെയ്യാം. 5A ഇതുമായി ബന്ധപ്പെട്ടതാണ് ജോയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. 5B ഏതാണ് നമ്മുടെ ഫേവറേറ്റ്, ഏതാ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സിമ്പിൾസ് ആണ്. വീണ്ടും ഏതാണ് ഐഡിയൽ ടൈം വേരിയൻസ് ഉള്ളതാണ്, പക്ഷേ സിമ്പിളാണ്. വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. എല്ലാവരും വായിക്കും. മൂൺ ലിമിറ്റഡ് ഈസ് മാർക്കറ്റ് ലീഡർ ഇൻ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ്. എന്താണ് അതിൻ്റെ പേര്? GPT. ChatGPT ആണോ? അല്ല, വെറും GPT. ഇൻ മാനുഫാക്ചറിങ് ദ മെയിൻ പ്രൊഡക്റ്റ്. GPT മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ 2 ബൈ പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. ഏതാണ്? X ആൻഡ് Y. അങ്ങനെ മെയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്നുള്ള സെഗ്രിഗേഷൻ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമോ? ഇല്ല, നത്തിങ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? GPT, X, Y. ജോയിൻ കോസ്റ്റ് എത്ര വന്നിട്ടുള്ളത്? 1,36,000. ക്ലിയർ? അപ്പൊ ഈ ജോയിൻ കോസ്റ്റ് ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും? GPTക്കും പിന്നെ എക്സിനും വൈനും എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സെയിൽസ് റിയലൈസേഷൻ ഓൾ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. GPTയുടെ 3,28,000, പിന്നെ 32,000, 48,000. കറണ്ട് കോസ്റ്റ് ഇൻക്ലൂഡ് ആഫ്റ്റർ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. അത് ഏതിനും മാത്രമേ ഉള്ളൂ? എക്സിനും വൈനും. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20, പിന്നെ ഏതാണ്? 30. സെല്ലിംഗ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. 20%, 20%, 20%. ഇതൊക്കെ ഏതിൻ്റെ മുകളിലായിരിക്കും? പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുന്നത് ഏതിൻ്റെ മുകളിലാണ്? സെയിൽസ് വാല്യൂലാണ്. ഓക്കെ അല്ലേ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇത് ഏത് ബേസ് ആണ്? റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് ആണ്. ഏതാ? റിവേഴ്സ് കോസ്റ്റ്. പ്രിപ്പയർ എ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് യൂസിങ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് ഫോർ ദ ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ എന്ത് കാണാനാണ് പറയുന്നത്? ഒരു കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് എന്ത് എഴുതണം? ഇവിടെ പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൺസ്ട്രെയിൻ ആയിട്ട് നിൽക്കുന്ന സാധനം ആരാണ്? തടസ്സമുള്ള ആരാണ്? ജോയിൻ കോസ്റ്റ് ആണ്. 1,36,000 GPTക്കും എക്സിനും വൈനും എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആരുടെ ജോയിൻ കോസ്റ്റ് കാണാൻ പറ്റും? എക്സിൻ്റെയും വൈൻ്റെയും. ബാക്കിയുള്ളത് ആരുടെ ആയിരിക്കും? GPTയുടെ. എക്സിൻ്റെയും വൈൻ്റെയും എങ്ങനെ കാണാം? അവരുടെ സെയിൽസിൽ നിന്നും എന്ത് ലെസ് ചെയ്യുക? പ്രോഫിറ്റ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിൽ ഏതൊക്കെ ഉണ്ടാവും? 3 കോസ്റ്റ് ഉണ്ട്. ഏതാ? ജോയിൻ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഫർദർ പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ ഏതാ? സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഇതിൽ അറിയുന്നത് ഏതൊക്കെയാണ്? സെല്ലിംഗ് എക്സ്പെൻസും ഫർദർ പ്രോസസ്സിംഗും അറിയാം. അപ്പോൾ ലെസ് ചെയ്താൽ ബാക്കിയുള്ളത് ഏതായിരിക്കും? ജോയിൻ കോസ്റ്റ്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്. സെയിൽസ് വാല്യൂ ഗിവൺ എത്രയാ? 32,000, പിന്നെ എത്രയാണ്? 48. എന്നിട്ട് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എത്രയാണ്? 32,000ന്റെ 20% അടിച്ചു. അടി 32,000 എത്രയാ? 6,400. അതേപോലെ 48,000ന്റെ 20%, അല്ല 20 തെറ്റിപ്പോയി 30%. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു, ശ്രദ്ധിക്കണം. അപ്പോൾ ലെസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും അല്ലേ? 25,600 കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഉദ്ദേശിച്ചത്? ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് എത്രയാണ്? 9,600, 14,400. അങ്ങനെ ലെസ് ചെയ്താൽ പിന്നെ ഇതുകൊണ്ട് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എങ്ങനെ കാണാം? സെയിൽസ് 32,000ന്റെ എത്ര ശതമാനം? 20%. എത്ര വരും? 6,400. ക്ലിയർ അല്ലേ? അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ആയ 25,600 നിന്നും ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റും സെല്ലിംഗ് എക്സ്പെൻസും ലെസ് ചെയ്താൽ എത്ര കിട്ടും? 9,600. കണ്ട, അതാണ് നമ്മൾ പ്രീ സെപ്പറേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ജോയിൻ കോസ്റ്റ്. രണ്ടും ഒന്നല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ എക്സിൻ്റെയും വൈയുടെയും ജോയിൻ കോസ്റ്റിൻ്റെ പോർഷൻ 9,600 കറക്റ്റ് കിട്ടി. രണ്ടും ഒരേപോലെ ആയത് ഇങ്ങനെ വന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ഏതിൻ്റെ? GPTയുടെ ജോയിൻ എക്സ്പെൻസ് എങ്ങനെ കാണാം? ടോട്ടൽ ജോയിൻ എക്സ്പെൻസിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും ലെസ് ചെയ്താൽ 1,16,800 ജോയിൻ കോസ്റ്റ് ഓഫ് ആരുടെ? GPT. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? കമ്പാരിറ്റീവ് പ്രോഫിറ്റ്. ഇവിടെ പറഞ്ഞുള്ളത് എന്താണ്? കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണത്. സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? ഏതൊക്കെ കോസ്റ്റാണ്? ജോയിൻ കോസ്റ്റ്, പിന്നെ ഏതാണ്? പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ്, പിന്നെ ഏതാണ്? സെല്ലിംഗ് എക്സ്പെൻസ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ലെസ് ചെയ്താലും മതി അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇത്രയും സാധനങ്ങൾ ലെസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത്രയും സാധനമല്ല, ഇത്രയും സാധനം. ഓക്കെ അല്ലേ? 3 ഇത് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റാണ് ഈ പ്രോഫിറ്റ്. കുഴപ്പമില്ല, നത്തിങ് ഗ്രേറ്റ്. ഓക്കെ, സെല്ലിംഗ് എക്സ്പെൻസ് എങ്ങനെ കണ്ട് എന്നൊക്കെയാണ്.
നമുക്കറിയാലോ ഇവിടുത്തെ സെല്ലിംഗ് എക്സ്പെൻസ് 65,600. ബാക്കിയുള്ളതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്? സെയിൽസിൻ്റെ എത്രയാണ്? എല്ലാം ഏത് പെർസെൻറ്റേജാണ്? 20%. അപ്പോൾ ഇവിടുത്തെ സെയിൽസിൻ്റെ എന്ന് പറഞ്ഞാൽ 3,28,000 20% ആണ് ഇവിടുത്തെ സെല്ലിംഗ് എക്സ്പെൻസ് 65,600. ഒരു വർക്കിംഗ് നോട്ടായിട്ട് ഒരു ടെക്സ്റ്റ് നത്തിങ് ഗ്രേറ്റ്. സെല്ലിംഗ് അപ്പോൾ കഴിയും. അടുത്തേതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് അടുത്തത്. ഓക്കെ, തന്ന ഡാറ്റ പതിവിലും വ്യത്യസ്തമാണ്. പക്ഷെ പ്രശ്നമുള്ളതല്ല, ടേബിളായിട്ട് തന്നിട്ടില്ല എന്നുള്ളൂ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. വായിക്കാം എല്ലാവരും വായിക്കാം. Q Limited, വായിക്കും മക്കളെ. വിച്ച് ഈസ് ഫോളോയിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഫർണിഷ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഫോർ ഡിസംബർ 2024. പ്രൊഡക്റ്റ് എക്സ് എത്ര യൂണിറ്റാണ്? 40,000. പ്രൊഡക്റ്റ് വൈ എത്രയാണ്? 80,000. ഓക്കെ, 1 സ്റ്റാൻഡേർഡ് ഹവർ റെപ്രസെൻറ്റ്. ഇപ്പോൾ ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ലേബർ നമുക്ക് യൂണിറ്റ് അല്ല വേണ്ടത്, എന്നാണ് ഹവറാണ് വേണ്ടത് അല്ലേ? ഓക്കെ, സ്റ്റാൻഡേർഡ് ഹവർ പിന്നെ ആക്ച്വൽ ഹവറൊക്കെയാണ്. ഒരു 1 സ്റ്റാൻഡേർഡ് ഹവർ റെപ്രസെൻറ്റ് 10 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ആൻഡ് 8 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് വൈ. അപ്പോൾ ശ്രദ്ധിക്കണം, നോക്കൂ. സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 48,000 യൂണിറ്റാണ് ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ പറയുന്നുണ്ട് ഇവിടെ. എന്താ ആക്ച്വൽ പ്രൊഡക്ഷൻ കണ്ട എത്ര? 48,000 പിന്നെ എത്ര? 76,000. അപ്പോൾ ഈ 48,000 ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് അവർ എത്ര വരുന്നു? ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണെന്ന് പറയുന്നത്? 10. മറ്റേത് എത്രയാണ്? 8. ഓക്കെ അല്ലേ? നല്ല ശ്രദ്ധിക്കണ്ട. 1 സ്റ്റാൻഡേർഡ് അവർ റെപ്രസെൻറ്റ് 10 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? 1 മണിക്കൂറിൽ എത്ര എക്സ് ഉണ്ടാക്കാം? 10. 1 മണിക്കൂറിൽ എത്ര വൈ ഉണ്ടാക്കാം? 8. അങ്ങനെയാണെങ്കിൽ 48,000 എക്സ് ഉണ്ടാക്കാൻ എത്ര സമയം വേണമായിരുന്നു? 48,000 ഡിവൈഡ് ബൈ 10 4,800 ഹവറും 76,000 ഡിവൈഡ് ബൈ 8 എത്രയാണ്? 9,500. അങ്ങനെ ടോട്ടൽ 14,300 എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് അവർ വരിക. മക്കളെ, നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെ കാണാൻ പറഞ്ഞത്? സിംഗിളാണ്. ഏതാണ്? ലേബറാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഏതാണ്? ലേബറാണ്. ലേബറിൽ ഏതാണ്? സിംഗിളാണ്. അപ്പോൾ എത്ര കോളം മതി? 3 കോളം. പക്ഷെ ഇവിടെ ഏതുണ്ട്? ഐഡിൽ ടൈം ബാലൻസ് ഉള്ളതുകൊണ്ട് ആരും കൂടെ കൂടും? റിവൈസ്ഡ് 3 കൂടെ കൂടും. നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ ഒന്ന് പറഞ്ഞ് കമ്പ്യൂട്ടേഷൻ ടേബിളിൽ എന്തൊക്കെ ഒരു നമ്പർ 1 സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, പിന്നെ ഏതാണ്? ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടുത്തെ വ്യത്യാസം ആക്ച്വൽ അവർ പെയ്ഡ്, ഇവിടെ ഏതാണ്? വർക്കുകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ 2 പ്രൊഡക്റ്റ് ഇല്ലേ? നമ്മൾ 2 പ്രൊഡക്റ്റ് ഉണ്ടായിക്കോട്ടെ. 2 പ്രൊഡക്റ്റ് ഉണ്ടായാലും എന്താവണമെന്നില്ല? മിക്സ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ലേബറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പുറിച്ചിട്ടാ എക്സും വൈ എന്തല്ല? ലേബറല്ല. എക്സ് എന്നുള്ള ഒരാളും വൈ എന്നുള്ള ഒരാളും ആണെങ്കിൽ അതേതാണ്? മിക്സാണ്. പുറിച്ചിട്ടാ നമ്മൾ പ്രൊഡക്റ്റ് അല്ല നോക്കുന്ന ഏതാണ്? മിക്സ് ഓഫ് ലേബർ. ഓക്കെയാണോ? അപ്പോൾ ഇവിടെ 14,300 എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് അവർ കിട്ടി. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് റേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ കണ്ട സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്രയാണ്? 50 പൈസ. ഡ്യൂറിങ് ദ മന്ത് 15,000 ഹവേഴ്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ അതാണ് ആക്ച്വൽ അവർ. 15,000 ആണ് ആക്ച്വൽ അവർ. സിമ്പിൾ അല്ലേ? നോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളവിടെയൊക്കെ. അതിന് എത്ര രൂപ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? 0.60. ക്ലിയർ? വിച്ച് ഇൻക്ലൂഡ്, അടുത്ത പോയിന്റാണ് വിച്ച് ഇൻക്ലൂഡ്. അതിൽ എന്തുണ്ട്? 700 അൺപ്രൊഡക്റ്റീവ് ഹവേഴ്സ് ഡ്യൂ ടു unbudgeted holiday and also loss of production of 500 unit of products X due to machine breakdown. ഇത് ഇതിലേക്കുള്ള ലീഡാണ്, ഐഡിൽ ടൈമിലേക്കുള്ള ലീഡാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, ഇവിടെ സെറ്റാക്കിയിട്ട് അബ്നോർമൽ ഐഡിൽ ടൈമുകളാണ്. ഒന്നേതാണ്? അൺബഡ്ജറ്റഡ് ഹോളിഡേ. എത്ര ഹവേഴ്സ് പോയി? 700. മെഷീൻ ബ്രേക്ക് ഡൗൺ എത്ര പറഞ്ഞുള്ളത്? നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ 700 എന്താണ്? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. 700 എന്താണ്? ഹവേഴ്സാണ്. പക്ഷെ 500 എന്താണ്? യൂണിറ്റാണ്. അപ്പോൾ 500 യൂണിറ്റിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഏതാണ്? യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ആണ് ഉണ്ടാക്കാൻ പറ്റാതിരുന്നത്. മനസ്സിലായ? ലോസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 500 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഡ്യൂ ടു ഏതാണ്? മെഷീൻ ബ്രേക്ക് ഡൗൺ. അപ്പോൾ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? 10 മണി. 10 ആണ്. 1 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം അല്ല, 1 മണിക്കൂറിൽ എത്രയും 10. അപ്പോൾ 500 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്ര ഹവേഴ്സ് നഷ്ടപ്പെട്ടു എന്നാണ്? 50. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഈ 50 മണിക്കൂറിൽ അവർക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാമായിരുന്നു? 1 മണിക്കൂറിൽ 10 വെച്ചിട്ട് 50 × 10 എത്ര ഉണ്ടാക്കാമായിരുന്നു? 500. ഇത് 500 തന്നു,
എന്നിട്ട് നമ്മൾ 50ലേക്ക് പോയി എത്ര തന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ യൂണിറ്റും അവരൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ 780 ആക്ച്വൽ അവർ വർക്കിടെ എത്ര വരിക 10750 എന്താണ് ഐഡിയലാണ്. അപ്പോൾ 1450 ഉള്ളൂ. ഒന്ന് നോക്കണ്ട, ആക്ച്വൽ അവർ വർക്കിട് 14750 ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി ലേബർ കോസ്റ്റ് വാരിയൻസ് ചെയ്യുക, റേറ്റ് വാരിയൻസ് ചെയ്യുക, ലേബർ എഫിഷ്യൻസി ചെയ്യുക. റിവൈസ്ഡ് എഫിഷ്യൻസി ചെയ്യുമ്പോൾ ഏതാണ് എടുക്കേണ്ടത് 1 - റിവൈസ്ഡ് 3 എടുക്കുക, 1 - റിവൈസ്ഡ് 3 എടുക്കുക. പിന്നെ ഐഡിയൽ ടൈം വാരിയൻസ് കാണാൻ നമുക്കറിയാം ഇക്വേഷൻ എന്താ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിയൽ ടൈം എത്രയാണ് 750, സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് 0.50 അടിച്ചോളൂ. 750 × 0.50 ശരിയല്ലേ. ഐഡിയൽ ടൈം വാരിയൻസ് ഓൾവേസ് മറ്റേ ഫേവറബിൾ 25 ഫേവറബിൾ ആയപ്പോൾ കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്തുകൂടെ എന്നാ. ഓക്കെ, ഫാസ്റ്റ്. അപ്പോൾ നല്ല ക്വസ്റ്റ്യനാണ് സ്റ്റാൻഡേർഡ്. നമ്മൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, കുറച്ച് കാലത്തെ പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ കവർ ചെയ്താണ്, പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ.